സുധാകരനെ ഇരുത്തിയിട്ടാണ് എന്നെ വിളിച്ചത്. അതിൻ്റെ കാര്യം എനിക്കറിയാം. സുധാകരൻ മെസ്സേജ് അയച്ചാൽ എല്ലാവരും പോകും. ഗാന്ധി ഇവിടെ ഗാന്ധി എന്ന് വെച്ചാൽ നോട്ടിലുള്ള ഗാന്ധിയാണ്. ലോക ചരിത്രം നിങ്ങളെടുത്ത് വായിച്ചാൽ ഇതുപോലെ ഒരു മനുഷ്യനെ കണ്ടെത്താൻ ഈ ഭൂമുഖത്ത് ആർക്കും സാധ്യമല്ല. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ഇത് ഒരു ജീവനുള്ള മനുഷ്യനായിരുന്നോ? നമ്മളെപ്പോലെ കയ്യും കാലമൊക്കെ ഉള്ള ആളായിരുന്നോ? അത്ര വലിയ അവിശ്വസനീയമായ ഒരു ജീവിത നയിച്ചൊരാളാണ്. ലോകത്തൊരു നേതാവും പറഞ്ഞിട്ടില്ല എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന്. അങ്ങനെ ഇന്ന് എത്ര ആളുകൾക്ക് ഇന്ത്യയിൽ പറയാൻ കഴിയും? എത്ര ആളുകൾ പറയും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം? ആ ഗാന്ധി വന്നത് ഗംഗ ഒഴുകി വരുന്നത് പോലെയാണ്. ആ ഗംഗാനദി ഒഴുകി 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 വന്ന് ഭാരതപ്പുഴയിൽ ചേരുന്നതാണ് ഈ ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഭാരതപ്പുഴയും ഗംഗ എന്ന ഗാന്ധിയും തമ്മിലുള്ള സംഗമമാണത്. രണ്ടും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താണ്, സംസ്കാരമാണ്, സംസ്കാരത്തിൻ്റെ നിറകുടങ്ങളാണ്, അനശ്വരമാണ്, നിലയ്ക്കാത്ത പ്രവാഹമാണ്. അത് ഒരു വലിയ സംഭവമായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ എന്നും നമ്മളിത് അംഗീകരിച്ചില്ലെങ്കിലും ജനങ്ങൾ, എല്ലാ വിഭാഗ ജനങ്ങൾ, അത് KPCC അതിന് മുൻകൈ എടുത്ത് വളരെ നല്ല കാര്യം. KPCC വിചാരിക്കരുത് നിങ്ങളില്ലെങ്കിൽ പിന്നെ ഇതൊന്നും നടക്കില്ല. നിങ്ങളില്ലെങ്കിലും ആളുകളിത് കൊണ്ടുപോകും. അതാണ് അതിൻ്റെ ചരിത്രം. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പുനരാവിഷ്കരിക്കണമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. യഥാർത്ഥ സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മളാരും കണ്ടിട്ടില്ല. ഒരുപാട് ആളുകളെ ഈ ചരിത്രകാരന്മാർ, ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഒരുപാട് ദേശാഭിമാനികളെ തമസ്കരിച്ച് കളഞ്ഞിട്ടുണ്ട്. ഗാന്ധിയെക്കുറിച്ച് തന്നെ ഒരുപാട് കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ വിഭജനത്തിൽ ഗാന്ധി എടുത്ത നിലപാടിനെ വളരെ വളരെ മോശമായി ചിത്രീകരിച്ചു. എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ധീരന്മാരായ പലരെയും വല്ലാതെ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് പലതരത്തിൽ അതിപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ഗാന്ധിയേക്കാൾ വലിയ മകാനാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയം ഉയർന്നിട്ടുണ്ട്. അപകടകരമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ തുടക്കമാണത്. നമ്മുടെ സമൂഹം, നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഗുരുദേവനോട് നീതി പുലർത്തിയിട്ടുണ്ടോ? ഗുരുദേവൻ്റെ ആദർശങ്ങൾ ഗുരുദേവൻ്റെ അനുയായികളെന്ന് പറയുന്ന ആളുകൾ തന്നെ അംഗീകരിക്കുന്നുണ്ടോ? പ്രായോഗിക ജീവിതത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ? ഇവിടെ ലിജു ആരാ പറഞ്ഞ മദ്യത്തൊഴിലാളികളുടെ? അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കേരളം ചർച്ച ചെയ്യേണ്ടത് ബ്യൂറീസ് വേണോ വേണ്ടയോ, ബ്യൂറീസ് വേണോ വേണ്ടയോ? ബ്യൂറീസ് എന്താ? മദ്യം ഉണ്ടാക്കാനുള്ള ചാരായം. ബ്രൂവൻ. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ എത്ര പെട്ടെന്നാണ് ഈ മദ്യം കയറി അതിൻ്റെ പ്രധാന അജണ്ടയായത്. ഞാൻ രസകരമായ ഒരു വാർത്ത പത്രത്തിൽ വായിച്ചു, ശരിയാണെന്നറിയില്ല. ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ അവസാനത്തെ ആളിനെയും കൊടുത്തിട്ടേ അടയ്ക്കാവൂ. ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശമാണത്. അല്ലേ രമേശ്? അല്ലേ, ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശമാണ്. വോട്ട് ചെയ്യാൻ വരുന്ന ക്യൂവിൽ നിൽക്കുന്ന അവസാന ആൾ വോട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുക്കണം.
ഇതല്ലേ നമ്മൾ നാരായണ ഗുരുദേവനോട് ചെയ്യുന്ന നീതി. നമ്മൾ നീതിയൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേരെ നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ അവരെ അഡ്രസ്സ് ചെയ്യണം. ഇവിടുത്തെ ഗവൺമെൻറ്, ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ പാർട്ടികളെയും ഈ പുതിയ തലമുറയുടെ താളം തെറ്റിയുള്ള പോക്കിനെ അഡ്രസ്സ് ചെയ്യണം. അഡ്രസ്സ് ചെയ്ത് അവരെ കൊണ്ടുവരണം. പിന്നെ അവരെല്ലാം പിടിച്ചോടിക്കാരാണ്, പിന്നെ എന്താ മയക്കുമരുന്നുകാരാണ്, കൊലപാതകളാണ്, കള്ളന്മാരാണ്, ഒന്നിനും കൊള്ളൂല. പിന്നെ ആരാ കൊള്ളാന്നുള്ളത്? അത് അവർ നമ്മുടെ സന്തതികളാണ്. എൻ്റെയും നിങ്ങളുടെയും വീട്ടിലുള്ള സന്തതികളാണ്. അവരെ കറക്റ്റ് ചെയ്യണം. അതിന് ഗവൺമെൻറ് മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷന് ഉത്തരവ് കൊണ്ടൊന്നും ജനങ്ങളവരുടെ നന്നാവില്ല. ഉത്തരവിറക്കേണ്ടതുകൊണ്ട് കാര്യമുള്ള മദ്യനിരോധനം ആണല്ലോ. പടിപ്പടിയായി മദ്യം കുറച്ച് കൊണ്ടുവരും. എവിടെ പടിപ്പടിയായി കുറച്ച് കൊണ്ടുവരുന്നത്? നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ പറ്റിക്കാന്നുള്ളതല്ലാതെ. സമൂഹം ഒന്നാകെ അമർഷമുള്ളവർ, പ്രതിഷേധമുള്ളവർ, ഗാന്ധിസത്തോട് താല്പര്യമുള്ളവർ. ഞാൻ ഗാന്ധിസത്തിൻ്റെ ആളല്ല, ഞാൻ മാർക്സിസത്തിൻ്റെ ആളാണ്. പക്ഷെ ഗാന്ധിസം ഇന്ത്യയിലെ പ്രായോഗികമായ ഒരു തിയറിയാണ്. ഞങ്ങളുടേത് വർഗസമരമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി. ഞങ്ങൾ വർഗസമരത്തിന് പോയി ഞങ്ങളെല്ലാം ശരിപ്പെടുത്തിയിട്ടു. ഞങ്ങളുടെ ആയുധങ്ങൾ ജയിച്ച് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾക്ക് തോന്നി ഇത് ശരിയായില്ല, ഇത് ഓടില്ല. ഇത് അതേ വഴിയിൽ ഞങ്ങളുടെ പിന്നാലെ പിന്നെ കുറേ പിള്ളേർ വന്നു, നക്സൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും പോയി. അപ്പം ഇന്ത്യ പ്രതീക്ഷിക്കുന്നതല്ല, ഇന്ത്യയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല, സമാധാനപരമായി എല്ലാവരെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ മാറ്റം. അതാണ് ഇന്ത്യയിലെ ഹൃദയം. അതാണ് ആ ഹൃദയം കൊടുത്തത് ഗാന്ധിയാണ്. നിങ്ങൾക്ക് ഇതുകൊണ്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗാന്ധി തന്ന ഉപദേശങ്ങളും സന്ദേശങ്ങളും ഗുരുദേവൻ്റെ ആത്മീയമായ ഗാന്ധി ഭൗതികമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഒരു രാഷ്ട്രത്തിൻ്റെ ജനതയുടെ ജനാധിപത്യ അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഗാന്ധി നേതൃത്വം. അന്ധകാരത്തിൽ പെട്ടുപോയ ഒരു വിഭാഗം ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആത്മീയമായ പ്രവർത്തനങ്ങളാണ് നാരായണ ഗുരു ആരംഭിച്ചതും തുടങ്ങിയതും മുന്നോട്ട് പോയത്. ഇത് രണ്ടും അനിവാര്യമാണ്. ആ രണ്ടിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പ്, ആ രണ്ടാശയങ്ങളുടെയും ഉയർത്തെഴുന്നേൽപ്പ് കേരളം ഇന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും കൂടി അത് സഹായിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഈ രണ്ട് നേതാക്കന്മാരുടെയും നടക്കുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.